ഞാനിപ്പോൾ ഈ കോയമ്പത്തൂരിലെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ തേരാപ്പാര നടത്തുകയാണ്. എൻ്റെ ലക്ഷ്യം ഗാന്ധിപുരം ബസ് സ്റ്റാൻഡാണ്. മുക്കടത്തു നിന്നും നടന്ന് അവിടെ എത്തുക എന്നുള്ളതാണ്. അതിനായിട്ട് കുറേ ഏതൊക്കെയോ വഴികളിൽ കൂടെ എല്ലാം ഞാനിങ്ങനെ നടന്ന് നല്ല നട്ടപ്പുറ വെയിലുമാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും വലിയ വെയിൽ പോയിട്ട് നല്ല മഴയുള്ളൊരു സമയത്ത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ടൗണായിട്ടുള്ള കോയമ്പത്തൂർ വന്ന് നോക്കുമ്പോൾ പോലും നല്ല രീതിയിലുള്ള വെയിലെന്ന് വെച്ചാൽ നല്ല കട്ട വെയിലാണ്, അടിപൊളി വെയിലാണ്. ആ വെയിലത്തെ ഞാനിങ്ങനെ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് ക്യാമറ എന്നുവെച്ചാൽ മൊബൈലാണ്. എന്നിരുന്നാലും ആരും നമ്മളൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലൊക്കെ ശരിക്കും നല്ല മാറ്റങ്ങൾ കണ്ടില്ല. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ തന്നെ ഇഷ്ടം പോലെ ശരിക്കും ഒരു ചവറ് എന്ന് പറഞ്ഞൊരു സാധനം പോലും കാണാനില്ല. എല്ലാം നല്ല കൃത്യമായിട്ട് ക്ലിയറായിട്ട് രാവിലെ ഒരു 10:30 മണിയാവുന്നേ ഉള്ളൂ ഇപ്പോൾ സമയം എന്ന് പറയണം. പക്ഷേ എല്ലാം നല്ല ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. വളരെ കാരണം തമിഴ്മാരുടെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ ശരിക്കും നല്ല വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞുള്ള നമ്മൾ നേരത്തെ എന്തോരം ഇവരെയൊക്കെ പരിഹസിച്ചിട്ടുണ്ട് വൃത്തിയുടെ കാര്യത്തിലൊക്കെ. അവിടെ കൂടെ ചെല്ലാൻ പാടില്ല എന്ന നല്ല രീതിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ പറയുന്ന ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ആദ്യമായിട്ട് പാർട്ടിക്ക് പോയ സമയത്തൊക്കെ വളരെ വൃത്തികേടായിരുന്നു അവിടെയൊക്കെ. പക്ഷേ ഇപ്പോഴൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എല്ലാ സ്ഥലങ്ങളും. അതേപോലെ ഇവിടുത്തെ പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു എന്താ പറയുക ഈ പ്രൈവറ്റ് ബസ്സുകളുടെയും പൊതുഗതാഗതത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. ശരിക്കും എല്ലാം ബൈക്ക് കാറ് ഒക്കെ മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. എല്ലാ ബസ്സിലും നല്ല രീതിയിൽ ആളുണ്ട്. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒരേ സ്ഥലത്തേക്കുള്ള ബസ്സുകൾ പോകുമ്പോഴത്തേക്ക് എല്ലാം സീറ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പോഴത്തേക്ക് ഒരു ചാർജ് വെച്ചിട്ട് സീറ്റിംഗ് ആളുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ തന്നെ ലാഭകരമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതൊക്കെയോ വഴികളിലൂടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിങ്ങനെ ആൾക്കാർക്ക് വിശ്രമിക്കാനും ഇതൊക്കെ ആയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ തൊട്ടപ്പുറത്തേടെ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. തൊട്ട് അങ്ങേ സൈഡിൽ ഒരു വിശ്രമ സ്ഥലമായിട്ട് ഞാൻ ഏതായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കിയപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു അണ്ണോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു 3 കിലോമീറ്റർ ഇനിയുണ്ട്. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി പോകാനാണ് ഞാൻ ചോദിച്ചത്, അവരോടൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ അതിൽ 1-2 ലെഫ്റ്റ് അവർ കാണിച്ചു തന്നു. അവിടെ പോയിട്ട് ലെഫ്റ്റ് കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്നും ബസ് കിട്ടും, അല്ലെങ്കിൽ ഇപ്പുറത്ത് ബസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാനൊന്നും വേണ്ട, ഇതിക്കടെ നടന്ന് തന്നെ പോകാൻ ഉള്ള ഒരു ഇതാണ്. ഇത്രയും വലിയൊരു ടൗണിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു വിശ്രമ സ്ഥലങ്ങളൊക്കെ ഒരുക്കി വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും ആ ടൗൺ പ്ലാനിങ്ങിൻ്റെ ഒരു നല്ല എത്ര മുൻകൂട്ടി കണ്ടിട്ടാണ് അവർ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു. അത്ര ക്ലിയറായിട്ടാണ് എവിടെയൊക്കെ ഈ വരുന്ന ഭാഗങ്ങളിലൊക്കെ. ഞാനിപ്പോഴും ഒരു ആൾക്കാരെ ശരിക്കും കാലത്ത് നടക്കാൻ വരുവാനും വന്ന് നടക്കാനും, അതായത് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ തന്നെ നടക്കുന്നു. ഒക്കെ എന്തോരം ആൾക്കാർ വന്നാലും അതിൽ നടക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സൗകര്യമുള്ള രീതിയിലാണ്. അത് തൊട്ടപ്പുറത്ത് തന്നെ വണ്ടികൾ കയറിപ്പായുന്ന മെയിൻ റോഡും. ഇങ്ങനെയൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ശരിക്കും നല്ല ഒരു മുൻകരുതലും നമ്മൾ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുമുള്ള കഴിവ് ശരിക്കും വേണം. ശരിക്കും ഈ തമിഴ്നാട്ടിലേക്ക് മിക്കവാറും ഭരണാധികാരികൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു രീതി ശരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. എത്ര ക്ലീനായിട്ട് അവിടെ ഒക്കെ ഇട്ടണമെന്നൊക്കെ അടിപൊളി ക്ലീനാണ്. ഞാൻ ഈ പോകുന്ന ഭാഗത്തൊക്കെ ഒരു ചവറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകളോ ഇതൊന്നുമില്ല. ഏതായാലും ഇവിടെ എവിടെയോ ഈ ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് റോഡ് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഒന്ന് റൈറ്റ് തിരിഞ്ഞാൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഈ റോഡിലൂടെ കുറേ കാഴ്ചകളിലായിട്ട് ഇത് കണ്ടോ, ശരിക്കും ആൾക്കാർക്ക് നടക്കാൻ വരാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു റോഡാണ്. ഏതായാലും ഞാൻ അവിടുന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ആ മെയിൻ റോഡിലെ കാഴ്ചകളിലൂടെ വീണ്ടും നടക്കുകയാണ്. നല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ടൗണിൽ കൂടെ നടക്കുക തന്നെ നമുക്ക് ശരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജി. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു വായുമലിനീകരണമോ അങ്ങനെ കാര്യമായിട്ടുള്ളതൊന്നും കാണാനില്ല. പക്ഷേ ഈ വണ്ടികൾ പോകുന്നത് കൊണ്ടുള്ള കുറേ
പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ആ നഗരത്തിൻ്റെ തന്നെ ഒരു സൈഡിൽ കൂടെ നമുക്ക് വളരെ സാധാരണഗതിയിലുള്ള ജീവിത കാഴ്ചകളും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ശരിക്കും നല്ലൊരു സ്പേസ് ഉള്ളൊരു ടൗണാണ് കോയമ്പത്തൂർ എന്ന് പലപ്പോഴും ഞാൻ ഇതിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് റോഡുകൾ, പുതിയ പുതിയ റോഡുകൾ, അതല്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മറ്റേ ഫ്ലൈ ഓവറുകൾ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തന്നെ അവർ പണിത് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഗരത്തിൻ്റെ ഒരു കാഴ്ചകൾ ഇത്രയും വളരെ രസകരമായിട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നടന്നു നിന്ന് ഏതോ ഒരു ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നേരെ പോയിട്ട് അപ്പുറം ഏതോ വഴിക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് വീണ്ടും ഇത് ക്രോസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കേട്ടത്. അത് ബസ് പോകുന്ന വഴിയാണ് ശരിക്കും ഇവർ പറഞ്ഞു തരുന്നത്. കറക്റ്റായിട്ടുള്ള വഴി അതിലേക്കാണെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്കും അറിയണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏതായാലും ഞാൻ കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിൽ കുറച്ചുകൂടെ ഒരു വ്യക്തത വരും എന്ന്, കുറേ കൂടെ നമുക്ക് കാഴ്ചകൾ കാണാം എന്നുള്ളൊരു കണക്കൂട്ടിൽ തന്നെ ഏതായാലും മുമ്പോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ലൈ ഓവറൊക്കെ എത്ര കൃത്യമായിട്ട് എത്ര കറക്റ്റായിട്ടാണ് ആ ഫ്ലൈ ഓവറാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു മെട്രോ അല്ല. കാരണം നമ്മുടെ ടൗണുകൾക്കൊന്നും ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലൊക്കെ ആയാലും ആൾക്കാർക്ക് കൂടുതൽ വണ്ടി കൊണ്ട് പോകുന്നതിനുള്ള സൗകര്യമാണ് വേണ്ട. അല്ലാതെ മെട്രോ പോലത്തെ സംഭവങ്ങൾ നമ്മുടെ ഇവിടെ വളരെ കുറച്ച് വിജയിക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. പക്ഷേ കാര്യം നമ്മുടെ കൊച്ചി മെട്രോയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഓടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഫ്ലൈ ഓവറുകളായിരിക്കും കൂടുതൽ. കാരണം വാഹനങ്ങൾക്ക് സ്വന്തം വാഹനങ്ങളുള്ളവരാണ് അധികവും. അവർക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു കാഴ്ച വണ്ടികളുമായിട്ടും എത്തിച്ചേരുന്നതിനുള്ള കുറേ സൗകര്യത്തോടെ ഫ്ലൈ ഓവറിനായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും കുറേ നല്ല രീതിയിൽ വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡാണ്. രണ്ട് സൈഡിലേക്കും വലിയ ബ്ലോക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഞാൻ ഇതിടെ നട്ടപ്പുറ വെയിലത്ത് വീണ്ടും മുമ്പിലേക്ക് എവിടെ വരെ ഉണ്ട്, ഈ കാഴ്ചകൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മുമ്പോട്ട് നടക്കണം. അപ്പോൾ ഇനി ഇവിടുന്ന് ഇനിയുണ്ട് 2, 2.5, 3 കിലോമീറ്റർ. ഏതായാലും ഇന്ന് നടക്കാമെന്ന് തന്നെ. കാലത്തെ ഒരു പ്രഭാത നടപ്പമൊക്കെ ഉള്ളതായിരുന്നു. അതിപ്പോൾ ഏതായാലും ഞാൻ ഇച്ചിരി താമസിച്ചാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ മിക്കവാറും ടൗണിൽ കൂടെ നടക്കുന്നത് എനിക്ക് പണ്ട് പോലും വളരെ ഇഷ്ടമുള്ള കാര്യം. ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്ക് ആ ടൗണിൻ്റെ കൂടുതൽ ഭാഗങ്ങളെക്കുറിച്ച് അറിയാനും അവിടുത്തെ ഒരു കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് നടക്കുന്നു. 1-2 സിഗ്നലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായാലും അവിടെയൊക്കെ ചെറിയൊരു സിഗ്നൽ ബ്ലോക്ക് ഉണ്ടെന്ന് അല്ലാണ്ട് വേറെ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ എപ്പിസോഡിലെ കാഴ്ചകൾ. ഇപ്പോൾ തൽക്കാലം അവിടെ അവസാനിക്കുകയാണ്. ഗുഡ് ബൈ, വീണ്ടും കാണാം.